22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ടായിരുന്ന നീറ്റ് UG പരീക്ഷയാണ് റദ്ദാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചോദ്യപേപ്പർ ലീക്ക് ആയിട്ടുള്ള വാർത്തകളൊക്കെ ആയിരുന്നു കേട്ടോണ്ടിരുന്നത്. അപ്പോൾ 600 മാർക്സിന് എബവ് അത്രത്തോളം ചോദ്യങ്ങളാണ് ചോർന്നിട്ടുള്ളത്. അപ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുള്ളത്. കാരണം ഈ ഒരു നീറ്റ് എക്സാം കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒരു ഈസി ഓർ മോഡറേറ്റ് ആ ഒരു ടഫ് ആയിട്ട് പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ കുറേ റീൽസ് കണ്ട് കുറേ കുട്ടികൾ ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് 650 മുകളിലുണ്ട്. ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ 715 മാർക്ക്, അതായത് നമ്മുടെ ആൻസർ കീ നോക്കിയിട്ട് 715 മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ വീഡിയോ ആണ് കണ്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഞങ്ങൾ പോലും അത്രയ്ക്ക് ടെൻഷനായി പോയി. അതായത് നീറ്റ് പരീക്ഷ, അതായത് അവരെ 1 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ച കുറേ പേരുണ്ട്. റിപ്പീറ്റേഴ്സ് ഉണ്ടാകും, റിപ്പീറ്റേഴ്സ് ഉണ്ടാകും. അവരൊക്കെ ഈ ഒരു എക്സാം കഴിയാൻ വേണ്ടി കാത്തിരിക്കും, ബുക്കൊക്കെ ഒന്ന് ചെയ്യാൻ എന്തെങ്കിലും സ്ട്രെസ് ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് എന്ത് ചെയ്തുള്ളത് ഇവിടെ തകർന്നിട്ടുള്ളത്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു എക്സാമിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു 650 എബോവ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ കട്ട് ഓഫ് ഒരു 630 എബോവ് ആയിരിക്കും എന്ത് ചെയ്യാൻ വരാൻ ചാൻസ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അതായത് 2025 വന്നത് 550 എബോവിന് കട്ട് ഓഫ് വന്നിരുന്നത്. അപ്പൊ ഇത്രയും വ്യത്യാസത്തിലൊക്കെ വരുമ്പോൾ എല്ലാവരും എന്തായിരിക്കും നല്ല പ്രതീക്ഷയിലായി, കാരണം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും ആ ഒരു പ്രതീക്ഷ തകർക്കാണ് സത്യം പറഞ്ഞാൽ NTA ചെയ്തിട്ടുള്ളത്. സബ്ജക്ട് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബയോളജി ഒക്കെ ഫുൾ മാർക്ക് പറഞ്ഞിട്ടുള്ള കുട്ടികളും, ഫിസിക്സ് ഒക്കെ ഇപ്രാവശ്യം അത്യാവശ്യം ഈസി അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ എന്തായാലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ടഫ് എന്നുള്ള ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പറയാൻ വേണ്ടി പറ്റില്ല. അതായത് ഇത് ആദ്യമായിട്ടല്ല നടക്കുന്നതാണ് മിസ്സേ. 2024 ഈ സെയിം എന്ത് ചെയ്യുന്നുണ്ട് നടന്നിട്ടുണ്ട്. അതായത് വീണ്ടും റീനീറ്റ് ഒക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്തത് ഫൈനൽ എന്ത് മാർക്കൊക്കെ കൊടുത്തത്. അപ്പൊ ഇത് ഇത്രയും നിരുത്തരവാദിത്തപരമായിട്ടാണ് ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ എക്സാം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട്. യെസ്, പിന്നെ ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇനിയിപ്പോ അഡ്മിറ്റ് കാർഡ് എന്നാണ് വരുന്നത്, പുതിയ എക്സാംസിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, എന്തായിരിക്കും ഒരു 1 month ഒക്കെ എടുക്കാൻ മതി അല്ലേ, എടുക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം. അപ്പൊ അത് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ വീണ്ടും എന്ത് ചെയ്യാൻ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്തായിരിക്കും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു ന്യൂസും കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.